ഇപ്പോൾ അധികാരത്തിൽ വന്ന കേരള സർക്കാർ സാമൂഹ്യക്ഷേമ വകുപ്പിനോട് ബന്ധപ്പെട്ട് കിടന്നിരുന്ന വയോജന ക്ഷേമ വകുപ്പ് രണ്ടായി വേർതിരിച്ച് ഒരു വയോജന ക്ഷേമ വകുപ്പ് തന്നെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ സാങ്കത്യം അല്ലെ അതിന്റെ ആവശ്യം എത്രമാത്രം കേരളത്തിൽ ഉണ്ട് എന്ന് രോഗപരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് വളരെ നന്നായി മനസ്സിലാകും. നമ്മൾ കേരളത്തിനെ എടുക്കുകയാണെങ്കിൽ ഇതൊരു ഏജിങ് പോപ്പുലേഷൻ ആണ്. ചില സ്റ്റേറ്റ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഏജിങ് പോപ്പുലേഷൻ ആണ്. കേരളത്തിന്റെ പ്രത്യേകതകൾ നോക്കാം. അതായത് നമ്മുടെ ജനന നിരക്ക് താരതമ്യേന വളരെ കുറവാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി ഒരുപാട് കൂടുതലാണ്. നമ്മൾ രോഗചികിത്സയുടെ കാര്യത്തിൽ നമ്മൾ ഏതാനും പാശ്ചാത്യ രാജ്യങ്ങളോട് തന്നെ കിടപിടിക്കുന്നു എന്നൊക്കെ ഉള്ളത് കൊണ്ട് വയോജനങ്ങളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ കൂടി വരികയാണ്. അതിനോടൊപ്പമുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യുവജനങ്ങളുടെ കുറവാണ്. യുവജനങ്ങൾ ഒന്നെങ്കിൽ ജോലി തേടി അല്ലെങ്കിൽ അവരുടെ വരുമാന മാർഗം തേടി ഒക്കെ തന്നെ അവർ മറ്റ് സ്റ്റേറ്റ്സിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്കോ പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത്തരത്തിലുള്ള വയോജന ക്ഷേമം എന്ന് മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു വകുപ്പ് വളരെ അത്യാവശ്യമാണ്. കാരണം ഒരുപാട് വലിയ ജനസംഖ്യയുടെ ഒരു വലിയ ഭാഗം ഏജിങ് പോപ്പുലേഷൻ ആണ്. അതായത് 60 മുകളിലുള്ള ആൾക്കാരാണ്. അപ്പൊ 60 മുകളിലുള്ള ആൾക്കാരിൽ സാധാരണയായി കണ്ടുവരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, എല്ലാ ജീവിതശൈലി രോഗങ്ങളും ഏകദേശം അവരിൽ കൂടുതലായിരിക്കും. ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ പ്രമേഹം, ഹൈ കൊളസ്ട്രോള് അല്ലെങ്കിൽ ഹൃദ്രോഗം, സ്ട്രോക്ക്, ക്യാൻസേഴ്സ് ഇതെല്ലാം വയോജനങ്ങളിൽ കൂടുതലായിരിക്കും. അതിനോടൊപ്പം തന്നെ മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അതായത് മസ്തിഷ്കാഘാതം അല്ലെങ്കിൽ പാർക്കിൻസൺസ് ഡിസീസ് അല്ലെങ്കിൽ ഓർമ്മയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡിമെൻഷ്യ എന്ന് പറയുന്ന ഇത്തരം രോഗങ്ങൾ. അതുപോലെ തന്നെ ഓർത്തോപീഡിക് രോഗങ്ങൾ, അതായത് സന്ധിവാതം, സന്ധികളെ സംബന്ധിക്കുന്ന മുട്ടുവേദന, നടുവിന്റെ ബലക്ഷയം, അത്തരം പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ വീഴ്ചകൾ കൊണ്ടുണ്ടാകുന്ന ഗുരുതര പ്രശ്നങ്ങൾ. ഇവയെല്ലാം സാധാരണഗതിയിൽ 60 മുകളിലുള്ള ആൾക്കാരിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ ഇത്തരം രോഗികൾക്ക് അല്ലെ ഇത്തരം ആൾക്കാർക്ക് രോഗം വരുന്നതിന് മുൻപും വന്നതിന് ശേഷവും കൊടുക്കേണ്ട പരിചരണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ആലോചന അത്യന്താപേക്ഷിതമാണ്. ആലോചനയിൽ നമുക്ക് ശാരീരികമായ കാര്യങ്ങൾ മാത്രമല്ല, മാനസികവും സാമൂഹികവുമായിട്ട് എത്തരത്തിൽ ഇവരെ ശക്തിപ്പെടുത്താം, അല്ലെങ്കിൽ ഇവരുടെ ജീവിതം 60 കഴിഞ്ഞ ആൾക്കാരുടെ ജീവിതം സുഗമമാക്കാം, അല്ലെങ്കിൽ ഇവരെ മുഖ്യധാരയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ഒരു ആലോചന ആയിരിക്കണം ഇത്തരത്തിലുള്ള പുതിയ ഒരു വകുപ്പിന്റെ അജണ്ട അല്ലെങ്കിൽ പുതിയ ഒരു വകുപ്പിന്റെ ലക്ഷ്യം. ഇത് സമൂഹത്തിൽ കെയർ ഫോർ എൽഡർലി അല്ലെ വയോധികരെ നമ്മൾ ശ്രദ്ധിക്കുന്ന രീതിയിൽ എത്രത്തോളം അർത്ഥവത്തായ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നു ഈ വിഭാഗം കൊണ്ട് അല്ലെ ഈ ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് എന്ന് നമുക്ക് കണ്ടറിയാം.